പ്രൈസ് ലോർഡ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരിക്കൽ കൂടി ദൈവത്തെ ഉയർത്തുവാൻ തന്ന ദൈവത്തെ നന്ദി പറയുന്നു. ഈ നല്ല സുദിനത്തിൽ, ഈ പ്രഭാതത്തിൽ കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കുന്നത് ഏറെ നല്ലതാണ്. യഹോവയെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാരുണ്ടോ എന്ന് ദൈവം സ്വർഗ്ഗത്തിൽ നോക്കുന്നു എന്ന് വചനം നമ്മെ പഠിപ്പിക്കുമ്പോൾ, ഈ ഒരു വരുക്കാലം കൂടെ ജീവിയുടെ ദേശത്ത് ജീവിതേകിയായി നിർത്തിയ ദൈവത്തിന് ആയിരം നന്ദി അർപ്പിക്കുകയാണ്. ഈ ചെറിയ സഭയിൽ വലിയ ആൾപ്പെരുപ്പമില്ലെങ്കിലും ആൾക്കൂട്ടമില്ലെങ്കിലും അങ്ങനെ സന്നിധിയിൽ നിൽക്കുന്നത് ഏറെ സന്തോഷമെന്ന് സന്തോഷിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇന്ന് ഈ പ്രഭാതത്തിൽ ഒരു വാക്യം വായിപ്പാൻ ആഗ്രഹിക്കുന്നു. സംഗീതം 145:18 ഇങ്ങനെയാണ്: യഹോവ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും, സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സമയസ്ഥനാകുന്നു. തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹം അവൻ സാധിപ്പിക്കും. അവരുടെ നിലവിളി കേട്ട് അവരെ രക്ഷിക്കും. ഒരു ഭക്തൻ്റെ പ്രാർത്ഥനയാണ് യഹോവ തന്നെ ദൈവമെന്ന്, യഹോവ തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക്, യഹോവ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സമയസ്ഥൻ, സത്യമായി വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സമയസ്ഥനെന്ന്. അപ്പോൾ സത്യമായി വിളിച്ചപേക്ഷിക്കുന്ന ഒരു ഭക്തനെ വിടുവിക്കുന്ന ദൈവം നമ്മുടെ മുമ്പിലുണ്ട്. സത്യമായി വിളിച്ചപേക്ഷിക്കുന്ന ഏവരുടെയും ജീവിതത്തിൽ ദൈവം മാറ്റം വരുവാൻ ശക്തനാണ്. ദൈവം വിടിയിപ്പാൻ ശക്തനാണ്. വിടിയിപ്പാൻ കഴിവുള്ള ദൈവമാണ് എന്നാണ് ദാവീദിൻ്റെ സങ്കീർത്തനത്തിലൂടെ പറഞ്ഞിരിക്കുന്നത്. തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക്, മറ്റുള്ളവരെയല്ല, സത്യമായി യഹോവയെ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും, അത് ജാതിയോ മതമോ ഡിഗ്രിയോ ക്വാളിറ്റിയോ ഒന്നും അവിടെ പറയുന്നില്ല. നമ്മുടെ പ്രാർത്ഥന സത്യമായി വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്ക് സമയസ്ഥനാകുന്നു എന്ന്, തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർ സമയസ്ഥനാകുന്നു ദൈവം പറയുന്നു. ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവരുടെ മുമ്പിലും വരുവ സന്നിധനാണ്. നമുക്കറിയാം, പുറപ്പാട് പുസ്തകം പഠിക്കുമ്പോൾ അവിടെ ജനത്തിൻ്റെ നിലവിളി കേൾക്കാം. 3-ാം അധ്യായം പഠിപ്പിക്കുമ്പോൾ മോശയുടെ കരച്ചിലിനെ കേൾക്കുന്നു. 14 പറയുന്നു മോശയുടെ നിലവിളി, ജനത്തിൻ്റെ നിലവിളി. ഇങ്ങനെ ബൈബിൾ വായിക്കുമ്പോൾ ആരൊക്കെ ദൈവത്തിന് നിലവിളിച്ചുവോ അവരുടെ നിലവിളിയെല്ലാം ദൈവം കേട്ടു എന്ന് വചനം പഠിക്കുന്നു. മൊർദെഖായിയുടെ നിലവിളി ദൈവം കേട്ടു, എസ്തേറിൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു, ദാവീദിൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു. അങ്ങനെ അനേക ഭക്തന്മാരുടെ നിലവിളി ദൈവം കേട്ടതായി വചനം നമ്മെ വെളിപ്പെടുത്തുന്നു. ഇന്ന് വൽക്കാലം നമുക്ക് ദൈവത്തോട് വിളിച്ചപേക്ഷിക്കാം, ദൈവത്തോട് അടുത്ത് ചെല്ലാം. നിങ്ങൾ എൻ്റെ അടുക്കലേക്ക് വരുവേൻ, ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് വരാം. ദൈവം ദൂരത്തും അല്ല സമീപസ്ഥനാകുന്നു എന്ന് പഠിപ്പിക്കുന്നു. ദൂരത്തും സമീപസ്ഥനാകുന്നു, നിങ്ങൾ ഏറ്റവും അടുത്ത് തന്നെയാണ്. അതെവിടെയാണ്? അതിൻ്റെ വായിലും നിന്റെ ഹൃദയത്തിൽ തന്നെ ഇരിക്കുന്നു എന്ന് ആവർത്തന പുസ്തകമായി പഠിപ്പിക്കുന്നു. ഇത് ഒരു കാലം ഈ 2024 ആമേൻ 19-ാം തീയതി ഈ പ്രഭാതത്തിൽ ലോകത്തിൽ മഴ കൊണ്ട് ഒരു സമയത്ത് മഴയില്ല എന്ന് പ്രാർത്ഥിച്ചു, മഴ വന്നു. ഇന്ന് മഴ കൊണ്ട് മനുഷ്യൻ വരയുന്നു എന്ന് ഒരു ഭാഗത്ത് പറയുന്നു. എങ്കിലും പ്രകൃതിയെ മാനിക്കുന്ന ഒരു കർത്താവ്, അനേകം നിലവിളി കേൾക്കുന്ന കർത്താവ് ഇന്ന് പലർക്ക് നമ്മെ കാണാൻ വന്നിരിക്കുന്നു. അതുകൊണ്ട് ഇന്ന് വലിയ സഭായോഗത്തിൽ, വിശുദ്ധ സഭായോഗത്തിൽ കൂടിയിരിക്കുന്ന കൂടാൻ വരുന്ന ഓരോ ദൈവമക്കളും ഈ കാലം വരെ ദൈവം നിൻ്റെ നിലവിളി, നിൻ്റെ പ്രാർത്ഥനയും കേട്ടിരിക്കുന്നു. അതുകൊണ്ട് ഹൃദയപ്രകാരമായി, ഹൃദയപൂർവ്വം, ഹൃദയസ്നേഹത്തോടെ, മനസ്സോടെ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഏവനെയും വെടിയിപ്പാൻ ശക്തനാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ വാക്കിലിരിക്കുന്നു. ദൈവം ഏവരെയും മറക്കട്ടെ.